മന്ത്രിയും മേയറും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമായി ഇടറോഡുകളിലേക്ക് വീണ്ടും ഇലക്ട്രിക് ബസ്സുകൾ എത്തി. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 23 റൂട്ടുകളിലാണ് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുക. കോർപ്പറേഷൻ KSRTC തർക്കത്തിനൊടുവിൽ നഗരത്തിലെ ഇടറോഡുകളിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. പുതിയ സർവീസിന്റെ ഉദ്ഘാടനം രാവിലെ മേയർ VV രാജേഷിന്റെ വാർഡായ കൊടുങ്ങാനൂരിൽ നടന്നു. ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മേയർ തന്നെ നിർവഹിച്ചു. കിഴക്കേക്കോട്ടയിലേക്കും തിട്ടമംഗലത്തേക്കും 2 ബസ്സുകളാണ് രാവിലെ സർവീസ് നടത്തിയത്. കൗൺസിലർമാർ നിർദ്ദേശിച്ച 23 റൂട്ടുകളിലാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. അവരവരുടെ വാർഡുകളിൽ നിന്നും ആവശ്യമായ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം, KSRTC നഷ്ടവും ഉണ്ടാവരുത്, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരാമെന്ന് നമ്മൾ 29 പേർ ആദ്യഘട്ടത്തിൽ നിർദ്ദേശം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു. അതിൽ ആദ്യഘട്ടത്തിൽ 23 റൂട്ടുകൾ ബസ് വിടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അടുത്ത റൂട്ടുകളിൽ അടുത്ത ഘട്ട ചർച്ച നടക്കും. കൂടുതൽ കൗൺസിലർമാർ ആവശ്യവുമായി വന്നിട്ടുണ്ട്. കൊടുങ്ങാനൂർ വാർഡിലെ കുലശേഖരത്തു നിന്ന് കുരുവിക്കാട്, തിട്ടമംഗലം, കുന്നൻപാറ, കുണ്ടമൺകടവ് വഴി കിഴക്കേക്കോട്ടയിലേക്കാണ് ആദ്യ സർവീസ് ആരംഭിച്ചത്. ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത മേയർ ബസ്സിൽ കന്നിയാത്ര നടത്തുകയും ചെയ്തു. രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഇലക്ട്രിക് ബസ്സുകൾ ഇടറോഡുകളിൽ സർവീസ് നടത്തുക. നിലവിൽ KSRTC സർവീസ് ഇല്ലാത്ത വഴികളാണ് പരിഗണിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.